ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരെയും ഞാൻ EFT ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാണ്. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങളില്ലാത്തവരായി ആരും ഉണ്ടാവില്ല. എന്നാൽ ഈ ആഗ്രഹങ്ങൾ അധിക ആളുകളുടേതും നിറവേറ്റപ്പെടാറില്ല. കുറച്ച് ആളുകളാണ് ഈ ആഗ്രഹങ്ങളൊക്കെ നിറവേറി നല്ല സന്തോഷമുള്ള ഒരു അവസ്ഥയിലൂടെ നമ്മൾ ജീവിക്കുന്നത് കാണുന്നത്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് എങ്ങനെ എഴുതി നേടിയെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ഞാനൊരു 2 മാസം മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ എൻ്റെ മോനെ അറിയാതെ ഡിലീറ്റ് ആക്കിപ്പോയി. ഡിലീറ്റ് ആക്കിയതിന് ശേഷം എത്രയോ ആളുകൾ എന്നോട് അത് ആവശ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചിരുന്നു. പക്ഷെ എനിക്കത് ഡിലീറ്റ് ആക്കുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ ഞാൻ അന്ന് ഉദ്ദേശിച്ചതാണ്, ഇനി ആ വീഡിയോ ഒരിക്കലും കൂടി എന്ത് ചെയ്യണം, ഒന്നും കൂടെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ, കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഞാൻ എഴുതി വെച്ച ഒരു നോട്ട് ഞാൻ കാണിച്ചു തരാം. അതായിരുന്നു ഞാൻ അന്ന് ചെയ്തിരുന്നത്. അത് ബേസ് ചെയ്തുകൊണ്ട് ആ ക്ലാസ് കേട്ടതിന് ശേഷം ഇതേപോലെ ഒരു വ്യക്തി ആ വ്യക്തിക്കുള്ള ആഗ്രഹങ്ങൾ എഴുതി വെക്കുകയും എന്നിട്ട് ആ വ്യക്തിക്ക് വരെ അത്ഭുതം ഉണ്ടാവുന്ന രൂപത്തിൽ നിറവേറിയതായി എന്നെ അറിയിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ പേരും അവസ്ഥകളും ഒന്നും പറയാതെ അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ ശരിയാണ് എന്നുള്ളത് ജനങ്ങൾക്ക് അറിവ് കിട്ടണം എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ എഴുതിയത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുണ്ടോ അറിയില്ല. ഡേറ്റ് സഹിതം ഞാൻ എഴുതിയത്. ഇതെന്നാ എഴുതുന്ന അറിയോ? സെപ്റ്റംബർ മാസം. കണ്ടോ? നിങ്ങൾ വായിക്കാൻ പറ്റുന്നുണ്ടോ? ശരിക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ എഴുതിയത് ഞാൻ വായിച്ചു തരാം. 15/9/2024 ഞാൻ എഴുതിയത്, ഞായറാഴ്ച. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ്റെ വീടിന്റെ മുകളിൽ 2 റൂം എടുക്കുക എന്നുള്ളത്. 3 മാസം കൊണ്ട് എനിക്ക് മുകളിൽ സൗകര്യമുള്ള 2 റൂം എടുക്കാൻ പ്രപഞ്ച സൃഷ്ടാവിന്റെ അനുഗ്രഹത്താൽ സാധിക്കും. അത് സാധിച്ചതായി എൻ്റെ മനസ്സിൽ ഞാൻ സന്തോഷം അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഇത് എഴുതുന്നത് കേട്ടോ. ആ സമയത്ത് സൗകര്യമുള്ള 2 റൂമും ഒരു ബാത്റൂമും ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചു. അതുപോലെ 3 മാസം കൊണ്ട് 3 ലക്ഷം രൂപ എന്നിലേക്ക് വരുന്നതായി ഞാൻ മനസ്സിൽ കാണുന്നു എന്നിങ്ങനെയൊക്കെയാണ് ഞാൻ എഴുതിയത്. അപ്പൊ ഇത് എഴുതാനൊരു കാരണമുണ്ട്. ഇതിന്റെ മുന്നേ ഞാനൊരു വീഡിയോ വിട്ടിരുന്നു. നമ്മുടെ വിജയത്തിന്റെ 4 ഘടകങ്ങൾ എന്ന് പറഞ്ഞ ഒരു വീഡിയോയില് ഞാൻ ലാപ്ടോപ്പ് വാങ്ങിയൊരു അനുഭവം ഞാൻ അതിൽ പറയുന്നുണ്ട്. കാരണം ഇത്തരം അറിവുകളൊന്നും നമ്മളെ ജീവിതത്തിൽ പറഞ്ഞു തരാൻ നമ്മളെ മുന്നിൽ ആരുമില്ല. പൊതുവെ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെ, സാമ്പത്തികമായിട്ടോ ആരോഗ്യപരമായിട്ടോ പ്രയാസങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ അതൊക്കെ വിധിയാണ്, ഈ അങ്ങോട്ട് ക്ഷമിച്ചാളാം എന്നിങ്ങനെയുള്ള ഒരു ശൈലിയിലൂടെയാണ് നമ്മൾ ഏത് ക്ലാസ്സിന് പോയാലും ഏത് അവസ്ഥയിലും നമുക്ക് അറിവുകൾ ലഭിക്കുന്നത്. ഈ രോഗങ്ങളൊക്കെ നമ്മൾ ചിന്ത ബേസ് ചെയ്തുകൊണ്ടാണ്, നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളാണ് എന്ന് ഇപ്പൊ പഠിച്ചതിന് ശേഷം സ്വന്തം ലൈഫിലും മാറ്റം വരുത്തി അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അറിവുകൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ആരോഗ്യം തിരിച്ചു പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അന്ന് റിസൾട്ട് കിട്ടിയപ്പോൾ ആ ലാപ്ടോപ്പ് വാങ്ങിയത് എനിക്ക്, ഞാൻ അതിന്റെ മുന്നേ ഒരു 2 മാസം മുന്നേ ഇതുപോലെ എഴുതി വെച്ചിരുന്നു ലാപ്ടോപ്പിന് വേണ്ടിയിട്ട്. അതിന്റെ ഒരു മാസം മുന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷണ സിദ്ധാന്ത നിയമം, അത് നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ എനർജി പോസിറ്റീവ് ആക്കിയാൽ നമ്മുടെ ഉള്ളിലുള്ള ആത്മശക്തിയെ 2 രൂപത്തിൽ അത് രൂപപ്പെടും. ഒന്ന് നെഗറ്റീവായിട്ടായിരിക്കും, അല്ലെ പോസിറ്റീവായിട്ടായിരിക്കും. പോസിറ്റീവായിട്ട് നമ്മൾ രൂപപ്പെട്ടാൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ അത്ഭുതകരമായ രൂപത്തിൽ നമുക്ക് സാധിപ്പിച്ച് കിട്ടും എന്നുള്ളൊരു ക്ലാസ് ഞാൻ ആ ലാപ്ടോപ്പ് എഴുതി വെക്കുന്നതിന് 1 മാസം മുന്നേ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. അത് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ മോൻ ഇങ്ങനെ ലാപ്ടോപ്പ് വേണം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ വെറുതെ ഒരു പരീക്ഷണത്തിനാണ് ഞാൻ അത് എഴുതി വെക്കുന്നത്.
ഞാൻ ആ എഴുതി വെച്ച ഡേറ്റിന്റെ കറക്റ്റ് 10 ദിവസം മുന്നേ എനിക്ക് അത് വാങ്ങുവാനും അത് ഉപയോഗിച്ചപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നത് അതിനൊക്കെ സാധിച്ച്. അപ്പൊ അതെനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കി. ഇങ്ങനെയൊക്കെ ഒരു സംഭവം നമ്മളെ ലൈഫിൽ ഉണ്ടോ? നമ്മൾ എപ്പോഴും പ്രശ്നങ്ങൾ ചിന്തിച്ചുകൊണ്ട് പ്രശ്നമുള്ള ഒരു ജീവിതം ജീവിക്കുന്നതാണല്ലോ ഞാനായാലും എൻ്റെ ചുറ്റിലുമുള്ളവരുടെയൊക്കെ ജീവിതം നമ്മൾ കാണുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു സംഭവം നമ്മളെ മുന്നിലുണ്ടോ എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് എനിക്കത് വാങ്ങാൻ പറ്റിയതിലൂടെ എന്നിൽ തന്നെ ഒരു അത്ഭുതം ഉണ്ടാക്കിയത്. ആ സമയത്ത് ഞാൻ അത് കഴിഞ്ഞ ഒരു മാസമൊക്കെ കഴിഞ്ഞാലാണ് എൻ്റെ ആഗ്രഹം ഇതാണല്ലോ. 18 വർഷമായി ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത്. അന്ന് താമസിച്ച ഉടനെ, കാരണം സൗകര്യമില്ലാത്ത, അൽഹംദുലില്ലാ ഇതെനിക്ക് വലുതാണ്, അതല്ല പരാതി പറയല്ല. പക്ഷെ 2 റൂമാണ്, കുട്ടികൾ വലുതായി വരുന്നുണ്ട്. അപ്പം മുകളിൽ 2 റൂം എടുക്കണം എന്നുള്ളത് 10 വർഷത്തിലധികമായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ഇത് ലാപ്ടോപ്പ് ലഭിച്ചപ്പോൾ എനിക്ക് നേടാൻ പറ്റിയപ്പോൾ ഞാനൊരു പരീക്ഷണത്തിന് എഴുതി വെച്ചതാണിത്. സെപ്റ്റംബർ മാസത്തിൽ അങ്ങനെ അന്ന് എഴുതി. പക്ഷെ ഞാൻ അതൊക്കെ മറന്നുപോയി. ഈ നോട്ടും ഒന്നും എനിക്ക് ഓർമ്മല്ല. അങ്ങനെ ഞാനൊരു മണി ബ്ലോക്കിന്റെ ക്ലാസ് വെച്ച സമയത്ത് ഞാൻ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, മണി ബ്ലോക്ക് അല്ല അതിന്റെ മുന്നേ ഒരു ക്ലാസ് വെച്ചിരുന്നു. അപ്പൊ അതിന് റെഫർ ചെയ്യാൻ വേണ്ടി നോട്ടുകൾ തിരഞ്ഞപ്പോ കണ്ടതാണ് ഞാൻ ഇപ്പം വായിച്ച മെസ്സേജ്. അപ്പൊ ഈ സംഭവം എഴുതി വെച്ചതൊക്കെ എന്റെ ശ്രദ്ധയിൽ തന്നെ വിട്ടുപോയിട്ടുണ്ട്. ഇത് വായിക്കുന്ന ഇത് പിന്നെ 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഞാൻ ഈ നോട്ട് എഴുതി വെച്ചതും ഡേറ്റും എല്ലാം ഞാൻ കാണുന്നത്. അപ്പൊ ഈ വായിക്കുന്ന നിമിഷം എന്റെ വീടിന്റെ മുകളിൽ എന്തായിട്ടുണ്ട്, ലിൻഡൽ വാർക്കുന്നോടത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് എഴുതുന്ന സമയത്ത് 1 രൂപ പോലും എന്റെ കയ്യിലില്ല. അപ്പൊ ഇതെന്താ സംഭവിക്കുന്നത് അറിയോ? നമ്മൾ നമ്മുടെ സൃഷ്ടാവിനെ നമ്മുടെ ആഗ്രഹങ്ങൾ എഴുത്തിലൂടെ പ്രകടിപ്പിക്കുമ്പോൾ, നിശ്ചിത ഡേറ്റ് വെച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് നമ്മൾ സ്പെസിഫിക് ആയി വ്യക്തമായി നമ്മൾ ബോധിപ്പിക്കുമ്പോൾ അവിടെ പിന്നെ നമുക്ക് മാർഗങ്ങൾ തുറന്നു തരാണ്. അപ്പൊ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എഴുതിയതുപോലെ ഞാൻ പോലും വിചാരിക്കാതെ സെപ്റ്റംബറിൽ എഴുതി ഒക്ടോബർ നവംബർ മാസങ്ങളിൽ എനിക്ക് 1 ലക്ഷത്തിനടുത്താണ് ക്ലാസ്സിലൂടെ കിട്ടുന്നത്. അപ്പൊ ഇത് ഇപ്പൊ വാർപ്പ് കഴിഞ്ഞു. 1 രൂപ ഇതൊക്കെ നിറവേറാനുള്ള പണം ഞാൻ അറിയാതെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ നമുക്ക് ആഗ്രഹങ്ങൾ നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ അവിടെ മാർഗം നമുക്ക് തുറക്കപ്പെടുകയാണ്. നമ്മൾ പോലും പ്രതീക്ഷിക്കാതെയാണ് ഇത് തുറക്കപ്പെടുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കിയ ഒരു അനുഭവമായത് കൊണ്ടാണ് ഞാൻ ഇത് ആ ഉടനെ തന്നെ ഷെയർ ചെയ്തിരുന്നത്. ഇങ്ങനെ ഒരുപാട് ടെക്നിക്കുകൾ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ ഈ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്കറിയോ? ഞാൻ എത്രയോ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അറിയെങ്കിൽ ഞാനത് പറയുന്നില്ല. നിങ്ങൾ ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് അൺമ്യൂട്ടാക്കി സംസാരിക്കുക. എന്താണ് ആകർഷണ സിദ്ധാന്ത നിയമം? നമ്മളൊരു കാര്യം തീവ്രമായി ആഗ്രഹിച്ചാല് ആ അങ്ങനല്ലേ? നമ്മളൊരു കാര്യം തീവ്രമായി ആഗ്രഹിച്ചാൽ അത് നടക്കുമെന്ന് അതിനു വേണ്ടി സ്വപ്നം കണ്ടാല് അത് അല്ലേ? നടക്കും എന്നുള്ള ഒരു ഈ ആകർഷണ സിദ്ധാന്തം എന്ന് പറയുന്നത് ശരിക്കൊരു പ്രപഞ്ച നിയമമാണ്. വർഷങ്ങളോളമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നിയമമാണ്. അപ്പോൾ ഇത് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു നിയമവുമാണ് ഈ ആകർഷണ സിദ്ധാന്തം. ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ മനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇങ്ങനെ ആകർഷണ സിദ്ധാന്തം എന്നുള്ള ഒരു 99 രൂപയുടെ ഒരു വെബിനാർ ഇന്നുണ്ട് എന്നുള്ള ഒരു പരസ്യം കണ്ടപ്പോൾ ആ സ്പോട്ടിൽ തന്നെ ഞാൻ പൈസ അടക്കുകയും അന്നത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. അന്നാണ് ഇങ്ങനെ ഒരു അറിവിനെ പറ്റിയുള്ള ഒരു ക്ലാസ് എനിക്ക് ആദ്യമായിട്ട് ശരിക്കും ഞാൻ കേൾക്കുന്നത്. പിന്നീട് ഞാൻ നല്ല പൈസ കൊടുത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഇത്തരം അറിവുകൾ ശരിക്കും ഖുർആനാണ് ആ സഹോദരൻ അന്ന് പറഞ്ഞത്. ഗീതയിലുള്ള ഭഗവത്ഗീതയിലുള്ള വാക്കുകളും ബൈബിളിലുള്ള 3-ലുള്ള കോട്ടിങ്സ് ആണ് അന്ന് ആ സഹോദരൻ പറഞ്ഞത്. എന്തുകൊണ്ട് നമുക്കൊന്നും ഇത്തരം അറിവുകൾ ഇല്ലാതെയായി പോയി എന്നുള്ള ഒരു അത്ഭുതമാണ് ആ ക്ലാസ് കേട്ടപ്പം എനിക്ക് ഫീൽ ചെയ്തത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്തപ്പം അത് യാഥാർത്ഥ്യമായിട്ടാണ് പിന്നെ കാണുന്നത്. അതൊന്നും നടക്കാത്ത ഒരവസ്ഥയാണെങ്കിൽ നമുക്കിത് വിശ്വാസം വരില്ല. രണ്ടാമതൊരു പരീക്ഷണം ഞാൻ എഴുതി നോക്കി, അതും റിയൽ ആയിട്ട് കണ്ടു. അപ്പൊ ഇത് നമ്മുടെ മുന്നിലുള്ള എൻ്റെ മുന്നിലുള്ള സമൂഹത്തോട് പറയണം. ആളുകൾക്ക് ഇത്തരം അറിവുകൾ ലഭിക്കണം. എല്ലാവരും പ്രശ്നങ്ങളും സങ്കടങ്ങളും ആയിക്കൊണ്ട് ജീവിക്കുന്നതല്ല ജീവിതം.
സന്തോഷവും സമാധാനവും ഉണ്ട് ഇതിന്റെ കൂടെ എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഞാനിത് നിങ്ങളോടൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് ആകർഷണ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ, എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ സാന്ദർഭികമായിട്ട് പറയാണ്. കാന്തം ഇരുമ്പിനെ ആകർഷിക്കും, അതാരും ഇല്ല എന്ന് പറയൂല. അതുപോലെ ഭൂമി എത്ര ഉയരങ്ങളിൽ നിന്ന് എന്ത് വീണാലും ഭൂമിയിലേക്കാണ് പതിക്കുന്നത്. ഗ്രാവിറ്റി, അത് ഐസക് ന്യൂട്ടന്റെ തലയിലേക്ക് ഒരു ആപ്പിള് വീണപ്പം അദ്ദേഹം വിസിബിൾ ആയതുകൊണ്ട് ആപ്പിള് കാണാൻ പറ്റും, വീണത് ഭൂമിക്കാണെന്ന് കാണാൻ പറ്റും, ഞെട്ടറ്റത് കാണാൻ പറ്റും, എല്ലാം വിസിബിൾ ആയതുകൊണ്ട് അതും അദ്ദേഹം തെളിയിച്ചു, ലോകം അംഗീകരിച്ചു. അതും ആരും ഇല്ല എന്ന് പറയുന്നില്ല. എന്നാൽ മനസ്സിന്റെ ഈ സിദ്ധാന്തം, മനസ്സിനും, നമ്മുടെ മനസ്സ് എന്നുള്ളത് കൽബ് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്, മാറി മറയുന്നത്. ചിന്തകൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ അനുഭവങ്ങൾ ബേസ് ചെയ്തുകൊണ്ടുള്ള ചിന്തകളിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒരു പ്രയോജനവുമില്ലാത്ത ചിന്തകൾ നമ്മൾ കൊണ്ടു നടക്കുന്നു എന്ന് മനസ്സിലാക്കാം. ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള വിഷമിക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവും, പ്രഷർ, ഷുഗർ, അല്ലെ മറ്റ് അസുഖങ്ങളിലൂടെയൊക്കെ തരണം ചെയ്തുകൊണ്ട് എത്ര സമ്പത്തും എത്ര നോക്കാൻ ആളുകളുണ്ടെങ്കിലും വാർദ്ധക്യത്തില് രോഗങ്ങളിലൂടെ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥ. ഇങ്ങനെയുള്ള ഒരു ജീവിതം നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മളോട് ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള എനർജി, റൂഹ്, ആത്മാവിനെ എങ്ങനെയും ജീവിച്ച് തീർക്കാം. അത് നമ്മളെ അവകാശമാണ്, നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അപ്പൊ ഈ മനസ്സിനും എന്തുണ്ട്, ഇങ്ങനെ ആകർഷിക്കുവാനുള്ള ഒരു സിദ്ധാന്തം, ഒരു തിയറി ഉണ്ട്. ഇപ്പൊ ഒരുപാട് ജീവിതങ്ങൾ പഠിച്ചപ്പോ ഈ 3 വർഷത്തിന്റെ ഏറെയായി എനിക്ക് അറിവ് കിട്ടിയിട്ട് അങ്ങനെ ഞാന് ഇത് ശരിയാണോ എന്നാണ് പിന്നെ ഞാൻ പഠിക്കാൻ പോയത്. അങ്ങനെ ഞാൻ ഒരുപാട് ജീവിതങ്ങൾ, പലരും കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപിക്കുന്നത് കൊണ്ടും പിന്നെ ഈ വീഡിയോസ് ഒക്കെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ നമ്പർ കിട്ടി സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. എത്രയോ ജീവിതങ്ങൾ പഠിക്കാൻ സാധിച്ച്. അപ്പൊ ഇവരിലൂടെയൊക്കെ എനിക്ക് മനസ്സിലായ ഒരു സത്യം, ഐസക് ന്യൂട്ടൻ ഗ്രാവിറ്റി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് എല്ലാം ഭൂമി ആകർഷിക്കുമെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് തന്നെയല്ലേ ഓരോ ജീവിതങ്ങളിലും മനസ്സിനും. മനസ്സ് എങ്ങനെയാണോ അതുപോലെ അതിനനുസരിച്ചാണല്ലോ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് എന്നാണ് മനസ്സിലായത്. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇത് ശരിയാണോ അല്ലേ നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാവും. നല്ല സന്തോഷത്തിൽ പോകുന്ന ഒരു കുടുംബം, ഒരു പരാതിയും പരിഭവങ്ങളും ഇല്ലാതെ നല്ല ഒരു ഇതിൽ പോകുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിന് ഒരു അപ്രതീക്ഷിതമായി ഒരു അനുഭവം ഉണ്ടായി. ആ അനുഭവത്തിൽ ആ വ്യക്തി, ആ വീട്ടിലുള്ള ഒരാള് ഭയങ്കരമായിട്ട് വിഷമിച്ചു. കാരണം അങ്ങനത്തെ വലിയ പ്രയാസമുള്ള ഒരു അനുഭവങ്ങളൊന്നും ആ കുടുംബങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു അനുഭവം വന്നപ്പോ ആ വ്യക്തി അറിയാതെ, കാരണം ഈ എനർജി ബേസിലുള്ള പഠനം നമുക്ക് ലഭിക്കാത്തത് കൊണ്ട്, നമ്മൾ എത്രയോ പള്ളികളിലും അമ്പലങ്ങളിലും ക്ലാസ്സുകളിലും ഒക്കെ പോകുന്നുണ്ടെങ്കിലും ഈ എനർജി ബേസ് ചെയ്തുകൊണ്ട്, നമ്മുടെ ആത്മീയ തലം, ഉള്ളിലുള്ള ആ ശക്തിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു അറിവ് നമുക്ക് ലഭിക്കാത്തത് കൊണ്ട് ആ വ്യക്തി ആ പ്രശ്നത്തിൽ നന്നായി ടെൻഷൻ അടിച്ചു. ശരിക്കും ടെൻഷൻ അടിക്കുമ്പോൾ നമ്മുടെ എനർജി കേടാവുകയാണ്. ആ കേടാവുന്നതിലൂടെ അതുവരെ ഹാപ്പിനെസ്സിലൂടെ പോയ മനസ്സ് ദുഃഖത്തിലേക്കാണ് വഴിമാറുന്നത് എന്ന് മനസ്സിലാവാതെ നന്നായി വിഷമിച്ചു. അങ്ങനെ മനസ്സിന്റെ അവസ്ഥകൾ താളം തെറ്റി, പിന്നെ വല്ലാത്തൊരവസ്ഥയിലൂടെ, പിന്നെ അതിലൂടെ ആ കുടുംബം മൊത്തം വിഷമിക്കുന്ന ഒരവസ്ഥ. ഈ വിഷമത്തിലൂടെ വീണ്ടും വീണ്ടും ഒരുപാട് കുടുംബങ്ങൾ ഇതേ അവസ്ഥയിൽ, ഞാൻ പഠനം നടത്തിയിട്ടാട്ടോ പറയുന്നത്, 1, 2, 3, 4, 5 കുടുംബത്തിന്റെ അല്ല ഞാൻ പറയണത്. എന്നിട്ട് ആ കുടുംബത്തിന് മൊത്തം പിന്നെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള. അപ്പൊ എനിക്ക് മനസ്സിലായി, നമ്മുടെ മനസ്സിന്റെ ഭാവം സന്തോഷമുള്ളതാണെങ്കിൽ നമ്മുടെ ലൈഫിൽ സന്തോഷമുള്ളത് തന്നെയാണ് അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ലൈഫിൽ നിന്ന് ആദ്യം പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഇത് മറ്റുള്ള കുടുംബങ്ങളെ, മറ്റുള്ള ജീവിതങ്ങളെ, വ്യക്തികളെ പഠിക്കാൻ തുടങ്ങിയത്. ഓരോ കുടുംബവും ഓരോ അവസ്ഥയിലാണ് ഉണ്ടാവല്. പല പ്രശ്നങ്ങളിലൂടെയാണ് ഓരോ കുടുംബങ്ങളും പോകുന്നത്. ചില കുടുംബങ്ങൾക്ക് ഒരു പ്രയാസമില്ലാതെ സന്തോഷത്തോടെ പോകുന്നുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ വന്നപ്പോഴുള്ള പഠനമാണ് ഞാനിപ്പോൾ പറയുന്നത്. എന്നിട്ട് പിന്നെ എല്ലാവരും ഒരു വിഷമിക്കുന്ന ഒരു അവസ്ഥയിലൂടെ പോവുകയും പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുഭവങ്ങൾ പിന്നെ വീണ്ടും വീണ്ടും
ഓരോ വ്യക്തികളിലും. ഇപ്പൊ മക്കൾക്കൊന്നും ഒരു അസുഖമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം നമ്മളൊരു കുടുംബങ്ങളിൽ ഉണ്ടാവുമ്പോൾ എല്ലാവരും വിഷമിക്കും. അങ്ങനെ എല്ലാവർക്കും രോഗങ്ങൾ ഉണ്ടാവുക. പിന്നെ രോഗം ഉണ്ടായാൽ നമുക്ക് സന്തോഷമാണോ ഉണ്ടാവല്, അല്ലെ ദുഃഖാണോ? നമ്മൾ പറഞ്ഞേരി. നമ്മൾ ഇങ്ങനെ എപ്പോഴും ചുമക്കുകയാണ്, അല്ലെ ശ്വാസം മുട്ടലാണ്, അങ്ങനെ പല ഇഷ്യൂയിലൂടെയുമാണ് പോകുന്നതെങ്കിൽ നമുക്ക് എന്താ മനസ്സിന് ഫീലിങ്സ് ഉണ്ടാവല്? ദുഃഖമാണ്, സ്വാഭാവികമായിട്ടും വിഷമാണ് ഉണ്ടാവല്. അങ്ങനെ വീണ്ടും വീണ്ടും വിഷമിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഈ നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് ആഗ്രഹിക്കുന്നതെല്ലാം നേടാൻ പറ്റും എന്നുള്ളതാണ് ഈ ആകർഷണ സിദ്ധാന്തം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ കൊണ്ട് നടക്കുന്നതിന് പകരം പാസ്റ്റ് അനുഭവങ്ങൾ ബേസ് ചെയ്തുകൊണ്ടുള്ള ചിന്തകളും വിഷമങ്ങളും സങ്കടങ്ങളും അനുഭവങ്ങളും ഒക്കെ കൊണ്ടു നടക്കുന്നതിന് പകരം അതൊക്കെ വേസ്റ്റ് തോട്ടാണ്. ആ ചിന്ത ഇനി നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടന്നാൽ അതുകൊണ്ട് നമ്മുടെ ലൈഫിന് ഒരു മെച്ചവും ഇല്ല. അത് ആരെങ്കിലും നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഫോർഗീവ്നെസ് ചെയ്തു കൊടുത്തുകൊണ്ട് അവർക്ക് നിരുപാധികം പുറത്തു കൊടുക്കുന്നതിലൂടെ അങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന പ്രോസസ് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ നടത്തണം. എന്നിട്ട് നമ്മുടെ മനസ്സിനെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ ചിന്തകളെ നമുക്ക് മാറ്റാൻ പറ്റണം. എല്ലാത്തിൻ്റെയും ഘടകം ചിന്തകളാണ്. അതുകൊണ്ടാണ് ചിന്തകളെ നമ്മൾ നന്നായി സൂക്ഷിക്കണമെന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നത്. കാരണം നമ്മൾ ഇത് നെവർ മൈൻഡ് ആക്കിക്കൊണ്ട് ചിന്തകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കാതെ കണ്ട എന്തൊക്കെയോ ചിന്തിച്ച് ചിന്തിച്ച് കിടക്കുമ്പം വരെ നമ്മൾ വേണ്ടാത്തത് ചിന്തിച്ച് ചിന്തിച്ച് നമ്മുടെ ലൈഫിൽ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ നമ്മുടെ ലൈഫിനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റണില്ല. ഒരു 80% ആളുകളുടെ ജീവിതവും പരിശോധിച്ചാൽ ഇങ്ങനെയാണ് നമ്മളെ കേരളത്തിൽ കാണാൻ പറ്റുക. 97% ഫാമിലീസും അൺഹാപ്പിയിലൂടെയാണ് ജീവിക്കുന്നത് എന്ന് പഠനങ്ങൾ പറയുമ്പോൾ ഇത്തരം അറിവുകളുടെ അഭാവമല്ലേ സന്തോഷം കണ്ടെത്താതെ, സന്തോഷത്തിന് ഒരുപാട് പ്രാധാന്യം പറയുന്നുണ്ട്. അപ്പൊ ഈ മനസ്സിന് 2 ഭാവങ്ങളാണ് ഉണ്ടാവുക. നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടാനുള്ള സംഗതിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ മനസ്സിന് 2 ഭാവമാണ് ഉണ്ടാവുക. ഏതൊക്കെയൊന്നും നിങ്ങൾ പറഞ്ഞേരി. പ്രധാനമായിട്ടും 2 ഭാവമാണ് നമ്മുടെ മനസ്സിനുണ്ടാവുക. ഒന്ന് ആരെങ്കിലും ഒന്ന് ഓണാക്കി പറഞ്ഞേരി. ഏതൊക്കെയാണ് നമ്മളെ മനസ്സിന്റെ ഭാവങ്ങൾ? എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞതാ. സന്തോഷം എടുക്കൂലേ? യെസ്, ഒന്ന് സന്തോഷം അല്ലെങ്കിൽ ദുഃഖം. അപ്പൊ ഈ 97% അൺഹാപ്പിയിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കേരളീയ ജനതയുടെ മനസ്സിന്റെ ഭാവം എന്തായിരിക്കും? എന്തായിരിക്കും? ഒരു 3/4%, 75% നമ്മുടെ മനസ്സിന്റെ ഭാവം എന്തായിരിക്കും? ദുഃഖമാണ്. അതുകൊണ്ടാണല്ലോ 5 ആളെ വധിക്കുന്ന കഥകളും അല്ലെങ്കിൽ നിരപരാധിയായ ഒരു സ്റ്റുഡന്റിനെ വധിച്ച കഥകളും ഇങ്ങനെ കേൾക്കുന്നതൊക്കെ ഹാപ്പി ഉള്ള ന്യൂസ് ആണോ അൺഹാപ്പി ഉള്ള ന്യൂസ് ആണോ? ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ കേൾക്കല് സന്തോഷമില്ലാത്തതാണ് നമ്മൾ കേൾക്കുന്നത് അധികവും. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ എനർജി അധികവും ഈ രൂപത്തിലായതുകൊണ്ട് വീണ്ടും വീണ്ടും ദുഃഖങ്ങൾ ഉണ്ടാവുന്ന അനുഭവങ്ങളാണ്. ഇപ്പൊ ഒരു ന്യൂസ് പേപ്പർ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വെട്ടും കുത്തും ഇതൊന്നും ഇല്ലാത്തൊരു ദിവസം ഉണ്ടാവില്ല. അതും ഇപ്പം വളരെയേറെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. കഷ്ടപ്പെട്ട് ജന്മം നൽകി വളർത്തിയെടുത്തവരുടെ നേരെയാണ് ഇപ്പൊ കയ്യോങ്ങണത്. ആരോ വന്ന് കൊന്നിട്ട് പോവാണെ മാത്രം സങ്കടമല്ല, നമുക്ക് രക്ഷകരാവേണ്ടവർ തന്നെ നമ്മുടെ ശിക്ഷകരാകുമ്പോ. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും വിഷമിക്കുകയാണ്. ഇപ്പൊ പഠിക്കുന്ന ഒരു കുട്ടീനെ, 10ാം ക്ലാസ്സിലുള്ള ആ കുട്ടീനെ സത്യം പറയാം ഞാനും അറിയാതെ ചിന്തിച്ചു പോയി. കഴിവിന്റെ പരമാവധി ഞാൻ മനസ്സിന് വിഷമങ്ങൾ കൊടുക്കലില്ല. പക്ഷെ അറിയാതെ നമ്മളെപ്പോലുള്ള ഒരു പേരന്റ് ആണല്ലോ ആ കുട്ടിയുടെ രക്ഷിതാവും. എന്തായിരിക്കും ഇങ്ങനെ ഒരു അസുഖവും ഇല്ലാതെ കുട്ടീനെ സ്കൂളിലേക്ക് അല്ലെങ്കിൽ കുട്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഒരു സന്ദർഭം.
ഒരു വീട്ടിലൊരു ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിയ സന്ദർഭം തിരിച്ച് വരുന്നത് കാണാത്തപ്പോ പിന്നെ ഇതാണ് കേൾക്കുന്നത്, ഇത്തരം സംഭവം. അപ്പോ ഇതൊക്കെ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ തന്നെ അട്രാക്ട് ചെയ്തുകൊണ്ട് ശരിക്ക് നമ്മളൊക്കെ ഈ വിഷയം നന്നായി മനസ്സിലാക്കി നമ്മുടെ ലൈഫിൽ ആദ്യം ഓരോ വ്യക്തിയും നമ്മുടെ ഉള്ളിൽ ഹാപ്പിനെസ് ഉള്ള അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ നിർത്തിക്കൊണ്ട് നല്ല ചിന്തകൾ കൊടുത്തുകൊണ്ട് നല്ല ഒരു ഗോള്, ജീവിതത്തിനൊരു ഗോള് സെറ്റ് ചെയ്തുകൊണ്ട് ഒരു ലക്ഷ്യം ഉണ്ടാക്കിക്കൊണ്ട്, ഗോൾ സെറ്റിംഗ് ആണ് നമ്മുടെ ലൈഫിൽ നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ടത്. ശരിക്കും നമ്മൾ ഇപ്പോഴത്തെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത്തരം യെസ് റെക്കോർഡ് ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾ ഈ റെക്കോർഡ് എന്ത് ചെയ്യണം, എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുത്ത് ഇത്തരം തിരിച്ചറിവുകൾ ലഭിച്ച് ഓരോ വ്യക്തിയും തൻ്റെ ജീവിതം തിരിച്ചു പിടിക്കണം. എവിടെയാണ് എനിക്ക് പിഴവ് പറ്റുന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം സന്തോഷത്തിലൂടെ പോവാതെ ദുഃഖങ്ങളിലേക്ക് പോയി പോകുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ്, അത് പഠിച്ചിട്ട് മതി നമുക്ക് വേറെ പഠനങ്ങളൊക്കെ. കാരണം നമ്മളൊരു സന്തോഷമുള്ള ലൈഫിലല്ലെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച ആ റബ്ബുമായിട്ട് നമുക്ക് കണക്ഷൻ കുറയും. നമ്മൾ ആരാധനാകർമ്മങ്ങളൊക്കെ ധാരാളം ചെയ്യും, സംഗതി ശരിയാണെങ്കിലും ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയൂല. അപ്പോൾ നമുക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത്, എന്തൊക്കെയോ തെറ്റുകൾ എൻ്റെ ഉള്ളിൽ, എന്തൊക്കെയോ വേണ്ടാത്ത ചിന്തകൾ എവിടെയൊക്കെയോ ഞാൻ ശരിപ്പെടാൻ ഉള്ളത് കൊണ്ടാണ് എൻ്റെ ലൈഫിൽ മാറ്റം ഉണ്ടാവാത്തത് എന്ന തിരിച്ചറിവ് നമുക്ക് എപ്പോൾ ഉണ്ടാവുന്നുവോ അതിനുശേഷം നമുക്ക് എന്തുണ്ടാവും, മാറ്റം ഉണ്ടാവും. എൻ്റെയൊക്കെ ലൈഫിൽ ഞാൻ എപ്പോഴും പറയലുണ്ട്, 1-ാം വയസ്സിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ. അപ്പം എനർജി ഇങ്ങനെ പിന്നെ 3 വയസ്സ്, 4 വയസ്സ്, 10 വയസ്സ്, 15, 20 ഈ വയസ്സുകളിലൊക്കെ എൻ്റെ എനർജി, എൻ്റെ ഉള്ളിലുള്ള ആത്മശക്തി നെഗറ്റീവായി കൊണ്ടുള്ള ചിന്തകളിലൂടെ മാത്രമാണ് പോകുന്നത്. എനർജി നെഗറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് ഇത്തരം അറിവുകളൊന്നും എനിക്ക് ലഭിച്ചതുമില്ല. പിന്നീട് ഞാൻ 10 വർഷത്തോളം മനസ്സും ആത്മാവും ശരീരവും തമ്മിലുള്ള പഠനം നടത്തി. എവിടെയാണ്, കാരണം കുട്ടിക്കാലം മുതൽക്കേ കഷ്ടപ്പാടും ദാരിദ്ര്യവും കണ്ട് വളർന്നത് കാരണം ഈ 40 വയസ്സിലും 35, 38 വയസ്സിലൊക്കെ ഇങ്ങനെ കഷ്ടപ്പാടുകൾ മാത്രം, സന്തോഷത്തിന്റെ ഒരു കണിക പോലും എവിടെയും കാണാനില്ല. അവിടെ ആ സമയത്ത് ചിന്തിച്ച് പഠനം നടത്തി ലൈഫിൽ മാറ്റം വരുത്തിയപ്പോ ഇത്തരം അറിവുകളൊക്കെ കൂടെ കിട്ടാൻ തുടങ്ങി. ആകർഷണ സിദ്ധാന്ത നിയമം എന്നൊരു സംഭവം ഉണ്ട്. ഭൂമി ആകർഷിക്കുന്നത് പോലെ മനസ്സിന്റെ ഭാവം എന്താണോ അതിനനുസരിച്ചുള്ള അനുഭവങ്ങളിലേക്ക് നമ്മൾ ആകർഷിച്ചു കൊണ്ടേയിരിക്കും. ഇപ്പൊ നടക്കുന്ന ഓരോ അപകടങ്ങളും ഇതൊക്കെ നമ്മൾ പഠനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മുടെ ഉള്ളിലുള്ള ഈ നെഗറ്റീവ് ചിന്തകൾ കാരണമാണ് നമ്മളിലേക്ക് ഇത്തരം അപകടങ്ങൾ വരുന്നത് എന്ന്. നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ ഏത് അപകടഘട്ടത്തിലും നമുക്ക് അവിടെ ഒരു രക്ഷാ കവചം, ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കും എന്ന് നിങ്ങൾക്കൊക്കെ അനുഭവിച്ചറിയാൻ കഴിയും. ശ്രദ്ധിച്ചു നോക്കേണ്ടി, ഇത് പഠന വിധേയമാക്കുമ്പോൾ ഓരോരുത്തർക്കും, ഞാൻ ഇപ്പൊ എൻ്റെ ലൈഫിനെ പഠിച്ചപ്പോഴാണ് എൻ്റെ ലൈഫിൽ ഇത്തരം മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, നമ്മുടെ മനസ്സ് ഒരു ശുഭപ്രതീക്ഷയുള്ള, ശുഭചിന്തകളുള്ള, ശുഭാപ്തി വിശ്വാസമുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയും. നമ്മുടെ എനർജി പോസിറ്റീവ് ആകുമ്പോൾ. നമ്മുടെ എനർജി നെഗറ്റീവ് ആകുമ്പോൾ സമാധാനമില്ലാത്ത, നിരാശയുള്ള, സങ്കടങ്ങളുള്ള, പ്രശ്നങ്ങളുള്ള ഇത്തരം അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ് ഈ ആകർഷണ സിദ്ധാന്ത നിയമം എന്നുള്ളത്. എന്നിട്ട് നമ്മൾ വിശദമായി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, ഇപ്പൊ നമുക്ക് സാമ്പത്തിക പ്രയാസമുണ്ടെങ്കിൽ, പക്ഷെ നമ്മുടെ സ്വഭാവങ്ങളൊക്കെ ഇതിനൊരു ഘടകം ഉണ്ട് കേട്ടോ. നമ്മൾ ഇത് പഠിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ലൈഫിൽ മാറ്റം വരുത്തണം. എൻ്റെ ജീവിതത്തെ തിരിച്ചു പിടിക്കണം, ആരോഗ്യം തിരിച്ചു പിടിക്കണം, സമ്പത്ത് തിരിച്ചു പിടിക്കണം, സമാധാനം തിരിച്ചു പിടിക്കണം. അപ്പൊ നമ്മുടെ എനർജി പോസിറ്റീവ് ആവണം. പോസിറ്റീവ് ആവണമെങ്കിൽ നമ്മളിൽ ഉള്ള ഒരുപാട് സ്വഭാവ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾ അറിയാതെ ചുറ്റുപാടിൽ നിന്ന് നമ്മുടെ സ്വഭാവങ്ങൾ ഈ രൂപത്തിലായിപ്പോയ ഒരുപാട് അവസ്ഥകൾ ഉണ്ടാവും. ഉദാഹരണത്തിന്, ഞാൻ എൻ്റെ കൂടെയുള്ള ആളുകളുടെ, എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ താമസിക്കുന്നവരുടെ കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടുകൊണ്ട്, അവരുടെ പോരായ്മകൾ മാത്രം മനസ്സിലാക്കി
അത് എൻ്റെ മനസ്സിലിട്ട് കൊണ്ടു നടന്ന് സന്ദർഭം കിട്ടുമ്പോൾ അവരെയൊക്കെ മാനസികമായി വിഷമിപ്പിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് എൻ്റെ സ്വഭാവമെങ്കിൽ, എൻ്റെ ജീവിതമെങ്കിൽ, എൻ്റെ ആഗ്രഹങ്ങളൊന്നും എന്താവില്ല, നിറവേറ്റപ്പെടില്ല. അപ്പോൾ എൻ്റെ എനർജി എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. എൻ്റെ എനർജി പോസിറ്റീവ് ആവുമ്പോൾ എൻ്റെ കൂടെ ജീവിക്കുന്ന, എന്നോട് മോശമായി പെരുമാറിയ, എന്നെ മനസ്സിലാക്കാത്ത, എന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളാണ് എൻ്റെ കൂടെ ഉള്ളതെങ്കിലും എനിക്ക് അവരെയൊക്കെ സ്നേഹിക്കുവാനും അവരെയൊക്കെ സന്തോഷിപ്പിക്കുവാനും, അവരെത്ര തെറ്റ് ചെയ്താലും അവരുടെ തെറ്റുകൾ കാണാതെ അവരുള്ള നന്മകൾ കണ്ടുകൊണ്ട് അവരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കാനും, ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ മാറ്റാൻ പറ്റുക. ആദ്യം നമ്മുടെ ഉള്ളിൽ മാറ്റം വരണം. നമ്മളെ ഉള്ളിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളുമാണ് നമുക്ക് ഇങ്ങനെ തേട്ടി തേട്ടി വരുന്നതെങ്കിൽ നമുക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയൂല. അപ്പോ ഒരു വ്യക്തിയിൽ രണ്ട് സ്വഭാവം ഉണ്ടാവും, നന്മയും ഉണ്ടാവും, തിന്മയും ഉണ്ടാവും. ഇത് രണ്ടും ആ വ്യക്തി വളർന്ന സാഹചര്യത്തിനനുസരിച്ചാണ് ആ വ്യക്തിയിൽ ഉണ്ടായത് എന്നുള്ള ഒരു സത്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയൂല. അവര് നിരപരാധികളാണ്. അവരുടെ കുട്ടിക്കാലം മുതൽക്ക് അവർ വളർന്നു വന്ന സാഹചര്യം, അവരുടെ പേരൻസോ അല്ലെ മറ്റുള്ളവരോ അവരെ മോശമായി, നീ ശരിയില്ല, നീ എത്ര ചെയ്താൽ നന്നാവില്ല, അല്ലെങ്കിൽ അവരിൽ വല്ല തെറ്റും കണ്ടിട്ടുണ്ടെങ്കിൽ അത് തിരുത്താത്തത് കൊണ്ടാണ് അവരിൽ ഇത്തരം തിന്മകൾ ഉണ്ടായത് എന്നുള്ളൊരു സത്യം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് അവരെ സ്നേഹിക്കാൻ കഴിയും. നമുക്ക് അവരെ വെറുക്കാൻ കഴിയില്ല. നമുക്ക് വെറുപ്പ് വരുമ്പോഴാണ് പരസ്പരം ഒന്നാവാൻ കഴിയാതെ നമ്മളിങ്ങനെ അകൽച്ചയിലൂടെ പോയി പോകലും. അതിലൂടെ നമ്മുടെ എനർജി, നമ്മുടെ ആത്മാവ്, റൂഹ് നെഗറ്റീവ് ആവുകയും പിന്നെ ആരെന്ത് പറഞ്ഞാലും നമുക്ക് വിഷമം ഫീൽ ചെയ്തുകൊണ്ട്, നമ്മൾ പോസിറ്റീവ് ആവുമ്പോൾ ആരെന്ത് പറഞ്ഞാലും നമുക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. അതും സന്തോഷത്തോടെ നമ്മൾ നേരിടുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ എനർജി, ആത്മാവ്, റൂഹ് ഇത് എങ്ങനെയാണോ ഇപ്പോൾ ബിൽഡപ്പ് ആയത്, ഏത് അവസ്ഥയിലാണോ ഇപ്പോൾ ഉള്ളത്, അതിന് നമുക്ക് മാറ്റം വരുത്താൻ കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, സത്യം പറയാലോ, അൽഹംദുലില്ലാ, ഈ 3 വർഷത്തിന് ശേഷം എൻ്റെ സൃഷ്ടാവിനെ എത്ര നമുക്ക് സ്തുതിച്ചാലും എനിക്ക് സ്തുതിച്ചാലും മതിയാവാത്ത അനുഭവങ്ങളാണ് എനിക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തന്നെ അത്ഭുതം വരും. ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോ ഈ ഒരു 6 മാസത്തിനുള്ളിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിലുള്ള ഒന്നാണ് ഇപ്പൊ ഞാൻ ഇന്ന് ഫസ്റ്റ് കാണിച്ചു തന്നത്. എത്രയോ ഞാൻ എന്റെ വിലപ്പെട്ട സമയം ഞാൻ അത് ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം. ഞാന് ഒരാഴ്ച മുന്നേ ഞാൻ ഒരു പ്രോഗ്രാം, ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുകയും എനിക്ക് നല്ലൊരു ഡ്രസ്സ്, അൽഹംദുലില്ലാ കുറെ ഡ്രസ്സ് ഉണ്ട്, പക്ഷെ നല്ലൊരു അറിയാത്തൊരു സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ, അറിയാത്ത ഒരാളെയൊക്കെ പരിചയപ്പെടാൻ പോകുമ്പോൾ നല്ലൊരു ഡ്രസ്സ് ഉണ്ടാവണം മാത്രം ചിന്തിച്ചിട്ടുള്ളൂ. കൂടുതലൊന്നും കാരണം ഇപ്പൊ ഇങ്ങനെ വീട് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് പൈസ ഇങ്ങനെ വെറുതെ അതിലേക്കൊന്നും നീക്കണ്ടല്ലോ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് വാങ്ങാതിരുന്നത്. അത്ഭുതം എന്ന് പറയട്ടെ, ആ പോകുന്നതിന്റെ തലേ ദിവസം കൗൺസിലിങ്ങിന് വേണ്ടി എൻ്റെ അടുത്തേക്ക് ആള് വന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നല്ലൊരു പർദ്ദ ആ വ്യക്തിയുടെ കയ്യിൽ. ആരാ ആ വ്യക്തിനോട് പറഞ്ഞത് എനിക്ക് പർദ്ദയാണ് വേണ്ടത്? എനിക്ക് പർദ്ദ വേണം എന്നുള്ളത് ആ വ്യക്തി അറിയുന്നുണ്ടല്ല. ഒരു സൂചന പോലും എന്നോട് ചോദിച്ചിട്ടില്ല. ഞാൻ വരുന്നുണ്ട്, എനിക്ക് എന്താ വേണ്ടത് എന്ന് പോലും. ആ വ്യക്തിയിൽ അവർക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാവുന്ന രൂപത്തിലുള്ള ഒരു മാറ്റം വരുത്തി കൊടുത്തപ്പം, അവര് വല്ലാത്തൊരു പ്രയാസത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് ആ വ്യക്തിക്ക് നല്ലൊരു ആശ്വാസമുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചപ്പോൾ അതിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ആ വ്യക്തി അത് കയ്യിലെടുത്തത്. അങ്ങനെ ഒരുപാട് അത്ഭുതം. നമുക്ക് എന്തില്ലേ അതൊക്കെ നമ്മൾ വിചാരിക്കാതെ നമ്മളിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ നമ്മളെയൊക്കെ എനർജി പോസിറ്റീവ് ആവുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നേടിക്കൊണ്ട്, സാധിച്ചുകൊണ്ട്, സന്തോഷമുള്ള, എത്ര നമ്മൾ സൃഷ്ടാവിന് നന്ദി പറഞ്ഞാലും മതിയാവാത്ത, മനസ്സിന് എപ്പോഴും സന്തോഷം ഫീൽ ചെയ്യുന്ന, ഒരു നിരാശയും ദുഃഖവും ഒരു എനർജി ഡൗൺ ആവുന്ന ഒരു അനുഭവം പിന്നെ ഫീൽ ചെയ്യാത്ത. കാരണം ഞാനൊക്കെ ഫുള്ള് നെഗറ്റീവിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഈ എനർജി ബേസിലുള്ള പഠനം നടത്തി
മനസ്സും അതിന്റെ പ്രവർത്തന രീതികളും അതിന്റെ കഴിവുകളും ഒക്കെ പഠിച്ച് മുന്നോട്ട് പോകുന്ന ഇങ്ങനെ 5 വർഷം 6 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ എനർജി മെല്ലെ പോസിറ്റീവ് ആവാൻ തുടങ്ങി. പക്ഷെ എങ്കിലും അറിയാതെ ഡൗൺ ആയി പോകും. ചെറിയ നേരെ എന്തോ ഒരു ഇത് വരുമ്പോൾക്ക് ഡൗൺ ആവും. അങ്ങനെ പിന്നെയും സെൽഫ് അഫർമേഷൻ ഒക്കെ കൊടുത്ത് പോസിറ്റീവ് ചിന്തകൾ മാത്രം കൊടുത്ത് പാസ്റ്റ് അനുഭവങ്ങളോട് പൂർണ്ണമായും നമുക്ക് മോചനം നേടാൻ കഴിയണം. അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് ഉപകരിച്ചത് EFT ആണ്, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്. അത് ഒരുപാട് പ്രാവശ്യം ഞാൻ ആ ടെക്നിക്ക് ഉപയോഗിച്ച് എൻ്റെ മനസ്സിലുള്ള എല്ലാ പാസ്റ്റ് അനുഭവങ്ങളെയും പുറത്തേക്ക്, അത്രയും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് കഴിഞ്ഞു പോയത് ലൈഫിൽ. എത്ര ഞാൻ ഓർക്കണ്ടെന്ന് വിചാരിച്ചാലും അറിയാതെ വന്നു പോകും. അങ്ങനെ അതിൽ നിന്നൊക്കെ 100% മോചനം നേടി ഇന്നിപ്പം അങ്ങനത്തെ ഒരു ഇതുമില്ല. ഇപ്പം ഫോക്കസ് ഫ്യൂച്ചറാണ്. എനിക്ക് എന്തൊക്കെ നേടണം, എനിക്ക് എവിടെ എത്തണം എന്നതിലേക്ക്, ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട്, അപ്പൊ നമുക്ക് പാസ്റ്റ് ഇമോഷൻസ് ഒന്നും നമുക്ക് ശല്യം ചെയ്യൂല, നമ്മളെ മനസ്സിലേക്ക് വരൂല. നിങ്ങളൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി, നിങ്ങളെ ലൈഫിനെ തിരിച്ചു പിടിക്കുമ്പോൾ എന്താണോ ഞാൻ നേരിടുന്ന പ്രശ്നം, അത് നമുക്ക് ആദ്യം സോൾവ് ആക്കാൻ കഴിയണം. ഒരു കുടുംബത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ്. അത് ശരിയാവുമ്പോ, കാരണം പ്രകൃതിയ നമുക്ക് അനുവദിച്ച ഒരു ബന്ധമാണ്. പ്രപഞ്ച സൃഷ്ടാവിന്റെ അനുഗ്രഹത്താൽ നമുക്ക് ലഭിച്ച ഒരു ബന്ധമാണ് ഭാര്യ ഭർത്തൃ ബന്ധം എന്നുള്ളത്. അത് രണ്ടുപേരും തൃപ്തിപ്പെട്ടുകൊണ്ടല്ല നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് പിഴച്ചു. ഭാര്യ ഭർത്താവിനെയും തൃപ്തിപ്പെടണം, ഭർത്താവ് ഭാര്യയെയും തൃപ്തിപ്പെടണം. ഈ തൃപ്തി, സന്തോഷം, അംഗീകാരം തുടങ്ങിയ ഘടകങ്ങൾ, വിട്ടുവീഴ്ച, ഇതൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ജീവിതം സുന്ദരമാണ്. നമുക്ക് പിന്നെ ഒന്നുകൊണ്ട് പേടിക്കാനില്ല. നമുക്ക് ഓരോ നിമിഷത്തെയും സന്തോഷത്തോടെ ആസ്വദിച്ചുകൊണ്ട് ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതിയാണ് നമുക്ക് പിന്നെ മുന്നിലുണ്ടാവുക. അപ്പോൾ ഈ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും കണ്ടെത്തുന്ന ഒരു ജീവിത രീതിയാണ് നമ്മൾ പഠിച്ചു പോകുന്നതെങ്കിൽ നമ്മുടെ എനർജി നെഗറ്റീവാണ്. എങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മാറാനുണ്ട്, ഒരുപാട് മാറാനുണ്ട്. ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലൂടെ പോകുന്ന ആളുകൾക്ക് പരാതിയും പരിഭവങ്ങളും പ്രശ്നങ്ങളും അടങ്ങിയ ജീവിതവും, സന്തോഷമില്ലാത്ത, നിരാശയും ദുഃഖവുമുള്ള ഒരു ജീവിതമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഒരു മനസ്സ്, ഉള്ളിലുള്ള എനർജി നമ്മളുടെ സെറ്റായതെങ്കിൽ വീണ്ടും വീണ്ടും അത്തരം അനുഭവങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഏത് രൂപത്തിലുള്ള ജീവിതം വേണമെന്ന് നമുക്ക് തീരുമാനിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആത്മശക്തിയെ, എനർജിയെ, റൂഹിനെ, ആത്മാവിനെ നമ്മൾ പോസിറ്റീവ് ആക്കിക്കൊണ്ട്, അത് ലേശൊരു നമ്മൾ ഇങ്ങനെ നെഗറ്റീവ് ചിന്തിച്ച് നെഗറ്റീവ് പറഞ്ഞ് ഇങ്ങനെ ഒരു ലൈഫ് നമ്മൾ സ്വീകരിച്ച് പോയിട്ടുണ്ടെങ്കിൽ ലേശം നമ്മൾ ഒന്ന് ചിന്തിച്ച് നമ്മൾ നന്നായി ഫോക്കസ് കൊടുത്തുകൊണ്ട് നമ്മൾ ശ്രദ്ധ ഇതിലേക്ക് മാത്രം തിരിച്ചുകൊണ്ട് നമ്മളെ എനർജിയെ പോസിറ്റീവ് ആക്കാൻ നമുക്ക് കഴിയണം. അത് കഴിയും. ഞാനൊക്കെ അതിന് തെളിവാണ്, കഴിയും. അപ്പൊ ഒരു 50 വയസ്സിന്റെ മുന്നേ നമ്മുടെ ന്യൂറോൺസിനെ നമുക്ക് മാറ്റം വരുത്താൻ കഴിഞ്ഞാൽ, നമുക്ക് റീവയർ ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ജീവിതം മാറും. പിന്നീട് അതിന് നമുക്കൊന്നും സ്വപ്നങ്ങൾ കാണാനോ, നമ്മളൊന്നും അങ്ങനെ ഒരു അവസ്ഥയിലൂടെ പഠിക്കാത്തത് കൊണ്ട്, ഇപ്പൊ APJ അബ്ദുൽ കലാം എത്രയോ പ്രാവശ്യം അദ്ദേഹത്തിന്റെ എഴുത്തുകളിലും പ്രസംഗങ്ങളിലും ഉണ്ടായിരുന്ന ഒരു വിഷയമാണ് നിങ്ങൾ സ്വപ്നങ്ങൾ കാണണം എന്നുള്ളത്. പാസ്റ്റ് അനുഭവങ്ങളിൽ നിൽക്കുന്ന ഒരാൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവില്ല. എപ്പോഴും പരാതിയും പരിഭവങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളുമാണ് ഉണ്ടാകുക. സ്വപ്നങ്ങൾ ഉള്ള ഒരാൾക്ക് പാസ്റ്റ് അനുഭവങ്ങൾ മനസ്സിൽ ശ്രദ്ധ കൊടുക്കൂല. അതിന് അൺഇമ്പോർട്ടൻ്റ് ആണ്, പ്രാധാന്യമില്ലാത്ത ഒരു അവസ്ഥയാണ് മനസ്സിലുണ്ടാവുക. അതുപോലെ ആ ഒരു സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറഞ്ഞ സഹോദരൻ, അദ്ദേഹവും കേരള ജനതയോട് ഒരുപാട് പ്രസംഗങ്ങളിലും വാക്കുകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, കുട്ടികളോടൊക്കെ പറയുന്നതാണ്, നമ്മൾ സ്വപ്നങ്ങൾ കാണണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊക്കെ ഈ നെഗറ്റീവിലൂടെ, ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ വളർന്നു വന്നത് കൊണ്ട് എപ്പോഴും ഇങ്ങനത്തെ പരാതികളും സങ്കടങ്ങളുമായുള്ള ചിന്തകൾ കൊടുത്തുകൊണ്ട് പ്രശ്നങ്ങൾ അടങ്ങിയ ഒരു ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത്.
രോഗങ്ങളായിക്കൊണ്ടും സാമ്പത്തിക പ്രയാസമായിക്കൊണ്ടും. അപ്പൊ അതിൽ നിന്നൊക്കെ മാറ്റം വരുത്താൻ സാധിച്ചത് ഇത്തരം അറിവുകളാണ്. അപ്പൊ ഞാൻ ഈ അറിവില്ലാതെ വീണ്ടും അതിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇന്ന് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ മാരക രോഗങ്ങൾക്ക് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും. അല്ലെങ്കിൽ മാനസിക രോഗ ആശുപത്രിയിലും അഡ്മിറ്റ് ചെയ്ത അവസ്ഥയായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ അറിവുകളാണ് എനിക്ക് ജീവിതം തിരിച്ചു കിട്ടിയത്. പിന്നെ പ്രശ്നങ്ങളൊക്കെ മനസ്സിൽ നിന്നും എൻ്റെ ഇതിൽ നിന്നൊക്കെ അങ്ങോട്ട് വിട്ടകന്ന് ഇപ്പോഴും എന്ത് പ്രശ്നം വന്നാലും മനസ്സിലേക്ക് വിഷമം കൊടുക്കില്ല. അതിലൂടെ നമ്മുടെ എനർജി കേടാവുകയാണ്. എനർജി കേടാവുമ്പോൾ നെഗറ്റീവ് ചിന്തകളാണ് വരിക എന്നുള്ള ഒരു തിരിച്ചറിവ് ലഭിച്ചത് കൊണ്ട് എല്ലാം ശരിയാവും, ഇപ്പോൾ ഉള്ളതിനേക്കാൾ നല്ലൊരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെടും എന്നുള്ള അഫർമേഷൻ കൊടുത്തുകൊണ്ട് മനസ്സിന് സന്തോഷം കീപ്പ് ചെയ്തുകൊണ്ട് നല്ലൊരു അവസ്ഥയിലൂടെ ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കൊക്കെ ഈ ഒരു നമ്മുടെ ആത്മശക്തിയെ, റൂഹിനെ, എനർജിയെ നമുക്ക് പോസിറ്റീവ് ആക്കാൻ സാധിച്ചാൽ നല്ലൊരു അവസ്ഥയിലേക്ക് തീർച്ചയായും, ഇങ്ങനെ പോസിറ്റീവ് ആക്കാൻ സാധിച്ചവരെല്ലാവരും ഈ ഞാൻ പറയുന്ന രൂപത്തിലുള്ള സംസാരങ്ങളാണ് പറയുന്നത്. ഇതേ അനുഭവമാണ് എല്ലാവരും അറിയാതെ പ്രതീക്ഷിക്കാതെ ആഗ്രഹങ്ങൾ നേടുന്നതായും. ജസ്റ്റ് നമ്മൾ ചിന്തിച്ചാൽ മതി, എന്തു ചെയ്യും, എന്താണ് വേണ്ടത്. മറവി എന്ന് പറഞ്ഞ സംഭവം തന്നെ എപ്പോഴില്ല. ഏതോ അബോധാവസ്ഥയിൽ എവിടെ വെച്ചിട്ടുണ്ടോ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു 3 പ്രാവശ്യം എവിടെയാണ് ഞാൻ അത് വെച്ചത് എന്ന് ഉള്ളിലേക്ക് ചോദിക്കേണ്ട ആവശ്യമുള്ളൂ. ഉള്ളിൽ നിന്ന് പറഞ്ഞു തരും, ഇന്ന സ്ഥലത്തുണ്ട്. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. നമുക്ക് നന്നായിട്ട് അത്ഭുതം ഫീൽ ചെയ്യും നമ്മുടെ ലൈഫ്. ഇത്രയും മാറ്റം ഉണ്ടാവുമോ, ഇത്രയും അത്ഭുതമുള്ള ഒരു ജീവിതത്തെയാണോ ഞാനിങ്ങനെ കഷ്ടപ്പാടും ദുഃഖവും ദുരിതവുമായിക്കൊണ്ട് വെറുതെ നശിപ്പിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് തന്നെ വരാൻ തുടങ്ങും. നമ്മുടെ എനർജിയെ നമ്മൾ പോസിറ്റീവ് ആക്കുന്നതിലൂടെ, ഈ പോസിറ്റീവ് ആക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് ആക്കിയാലും പോസിറ്റീവ് ആക്കിയാലും ലോ ഓഫ് അട്രാക്ഷൻ ആണ് പിന്നെ സംഭവിക്കുന്നത്. നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയാതെ, ആഗ്രഹങ്ങൾ ചിലപ്പം വേറെ രൂപത്തിലായിരിക്കും, നമ്മൾ ചിന്തകളിലൂടെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന പോയിന്റ് വേറൊന്നായിരിക്കും. ചിന്തകളിലൂടെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത് എന്താണോ അതാണ് നമ്മുടെ ലൈഫിൽ റിയൽ ആയിട്ട് വരല്. അതുകൊണ്ടാണ് ആഗ്രഹങ്ങൾ അവിടെ നിറവേറ്റപ്പെടാതെ ബ്ലോക്കായി നിൽക്കുന്നത്. അപ്പൊ എനർജി പോസിറ്റീവ് ആവുമ്പോൾ ചിന്തകളും ഫീലിങ്സും വിഷ്വലൈസ് ചെയ്യലും ഒക്കെ ഒന്നായിട്ട് മാറും. അതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതം പെട്ടെന്ന് മാറും. അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എത്ര ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ലോ ഓഫ് അട്രാക്ഷന്റെ ഭാഗമായി ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഇങ്ങനെ പറയുക എന്നുള്ളതല്ലാതെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പൊ എനർജിനെ പോസിറ്റീവ് ആക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതിലൂടെ നമ്മുടെ സ്വഭാവം നമ്മൾ പൂർണ്ണമായി മാറ്റപ്പെടും. ആ മാറ്റപ്പെടുന്നതിലൂടെ നമ്മുടെ ലൈഫ് തന്നെ മാറും. കാരണം നമ്മൾ ജീവിക്കുന്നത് ഒരു നെഗറ്റീവ് കൾച്ചറിലാണ്, നെഗറ്റീവ് ചുറ്റുപാടിലാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ പോസിറ്റീവ് ആവാൻ ശ്രമിക്കുമ്പോൾ പലരും നമ്മളെ ആ ജീവിച്ച സാഹചര്യം നമുക്ക് പെട്ടെന്ന് മാറ്റാൻ കഴിയൂലല്ലോ. ഇല്ല. അപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, നമ്മളെ വെറുപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ, നമ്മളെ കളിയാക്കിക്കൊണ്ടുള്ള അനുഭവങ്ങൾ, ഇതൊക്കെ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള എനർജിയാണ്, നമ്മളെയാണ് നമ്മൾ ആദ്യം സ്നേഹിക്കേണ്ടത്. ഞാനിതൊക്കെ വിഷമമായിക്കൊണ്ട് എൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ എൻ്റെ എനർജി കേടാവും. അവിടെയാണ് പോയിന്റ്. ഈ അനുഭവങ്ങളിലൊക്കെ നിന്നുകൊണ്ട് ഇത് ബേസ് ചെയ്തുകൊണ്ടുള്ള ചിന്തകൾ ഞാൻ മനസ്സിൽ കൊണ്ടു നടന്നാൽ എൻ്റെ ഉള്ളിലുള്ള ആത്മശക്തി കേടാവും. അത് കേടാവുമ്പോൾ അതിൻ്റെ റിസൾട്ടാണ് എൻ്റെ രോഗങ്ങൾ, അതിൻ്റെ റിസൾട്ടാണ് എൻ്റെ സാമ്പത്തിക പ്രയാസം, അതിൻ്റെ റിസൾട്ടാണ് എൻ്റെ ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ. അപ്പോൾ ബന്ധങ്ങളും എല്ലാം ശരിപ്പെടാൻ
ഈ ആകർഷണ സിദ്ധാന്ത നിയമത്തിലൂടെ നമ്മുടെ എനർജി പോസിറ്റീവ് ആക്കുന്നതിലൂടെ, നമ്മുടെ ചിന്തകൾ ശരിയാക്കുന്നതിലൂടെ, നമ്മുടെ സ്വഭാവങ്ങൾ ശരിപ്പെടുത്തുന്നതിലൂടെ നമുക്ക് സാധ്യമാവും എന്നുള്ള അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഇല്ലാതെ നമ്മൾ വേറൊരു അവസ്ഥയിൽ ജീവിക്കുന്നത് കൊണ്ടല്ല ഞാൻ നിങ്ങളോട് ഇതൊന്നും പറയുന്നത്. നമുക്ക് തന്നെ അത്ഭുതകരമായിട്ടുള്ള ഒരു ജീവിതമാണ് പിന്നെ നമ്മുടെ മുന്നിൽ കാഴ്ചവെക്കുക. നമുക്ക് തന്നെ ഫീൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധ്യമാവണമെങ്കിൽ നമ്മുടെ എനർജി ഏത് രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നമ്മൾ ആദ്യം വിലയിരുത്തണം. പോസിറ്റീവാണോ നെഗറ്റീവാണോ? ഉള്ളിലേക്ക് വരുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? സന്തോഷമുള്ള ചിന്തകളാണോ ദുഃഖമുള്ള ചിന്തകളാണോ? ഇപ്പൊ എനിക്കൊക്കെ ഞാൻ ശ്രദ്ധിക്കലുണ്ട് എന്ത് ചിന്തകളാണ് വരുന്നത് എന്നുള്ളത്. എപ്പോഴും സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഇത്രയും ഒരു അനുഗ്രഹീത ജന്മമാണല്ലോ നാഥ നീ തന്നത്, അൽഹംദുലില്ലാ, താങ്ക്സ് ടു ഗോഡ്. ആ സൃഷ്ടാവിനെ നമുക്ക് എപ്പോഴും നമ്മുടെ ഉള്ളിൽ കാണാൻ പറ്റിക്കൊണ്ട്, കാരണം നമ്മുടെ ഉള്ളിൽ എപ്പോഴും പ്രകാശമായിരിക്കും, എപ്പോഴും സന്തോഷമായിരിക്കും. അപ്പൊ നമ്മുടെ ബോഡിയിൽ പിന്നെ രോഗങ്ങളില്ല. നമ്മുടെ മനസ്സിന് സന്തോഷമില്ലെങ്കിലാണ് രോഗങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് അത്രയും സന്തോഷത്തിന് പ്രാധാന്യം കൊടുത്തത്. ചിന്തകൾക്കും സന്തോഷത്തിനുമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഈ ഒരു തിരിച്ചറിവ് ആളുകൾക്ക് ലഭിക്കുന്നതിലൂടെ ഇത് രണ്ടും നമുക്ക് എവിടെ പോയിട്ട് വാങ്ങാൻ കഴിയൂല. നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ചിന്തയും സന്തോഷവും എന്നുള്ളത്. അപ്പോ നമ്മളുള്ള അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറ്റം വരണമെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നമ്മുടെ ചിന്തകൾ ഏത് രൂപത്തിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ എനർജി, ആത്മശക്തി എങ്ങനെയാണ് ഇത്ര വയസ്സിൻ്റെ ഇടയിൽ ബിൽഡപ്പ് ആയത്, എങ്ങനെയാണ് അത് ഇപ്പോൾ ഉള്ളത്, ഏത് അവസ്ഥയിലാണ്, അതിൻ്റെ സ്ഥായിയായ ഭാവം സന്തോഷമാണോ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥായിയായ ഭാവം ദുഃഖമാണോ എന്നതിലൂടെ ഒരു തീരുമാനിക്കുന്നതിലൂടെ അപ്പൊ നമുക്ക് മനസ്സിലാവും എനിക്ക് എന്തെല്ലാം മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുത്തണം, എന്തൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ, അത് പോസിറ്റീവായി നിലനിർത്തണമെങ്കിൽ, സന്തോഷമുള്ള ഒരു ഭാവമാക്കി മാറ്റണമെങ്കിൽ ഞാൻ എന്തെല്ലാം ശ്രദ്ധിക്കണം. അപ്പോ ഇങ്ങനത്തെ എനർജി ബേസ്ഡുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് നമ്മളെ ഉള്ളിലുള്ള, കാരണം നമ്മൾ ചെറുപ്പം മുതൽക്ക് നമ്മൾ ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള സമയത്ത് അവരുടെ ഫീലിങ്സോടൊക്കെയാണ് നമ്മൾ, ആ ബ്ലൂ പ്രിന്റോടൊക്കെയാണ് നമ്മൾ വരുന്നത്. പിന്നെ നമ്മുടെ സാഹചര്യങ്ങൾ ഒക്കെ ഒരുപാട് വിഷമിക്കുന്ന അനുഭവങ്ങളിലൂടെ പോയിട്ടുണ്ടാവും. ഒരുപാട് വിഷമിക്കുന്ന അനുഭവങ്ങളിലൂടെ പോയത് കാരണം അത് ബേസ് ചെയ്തുകൊണ്ടുള്ള ചിന്തകൾ, നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും നമ്മളെ കൂടെ ജീവിക്കുന്ന ആളുകൾ അവർ നന്നാവും, അവർ ശരിയാവും എന്ന പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പക്ഷെ അവർ നന്നാവുന്നില്ല എന്ന് കാണുമ്പോൾ വീണ്ടും നമുക്ക് ദുഃഖം വരികയാണ്, നമ്മൾ സങ്കടപ്പെടുകയാണ്. അവിടെയാണ് നമ്മുടെ എനർജി ഏറ്റവും കൂടുതൽ കേടാവുന്നത്. അപ്പൊ നമുക്ക് ഇരട്ടി വിഷമം ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, നമ്മുടെ ഉള്ളിൽ മാറ്റം വരുത്തേണ്ടത് നമ്മൾ വരുത്തുന്നില്ല. നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് അവരിൽ മാറ്റം ഉണ്ടാവുക. ഇനി ഭാര്യയാവട്ടെ ഭർത്താവട്ടെ ആരായാലും നമ്മളിലാണ് ആദ്യം മാറ്റം വരേണ്ടത്. അങ്ങനെ അവരെ സ്നേഹിക്കാൻ പഠിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റി നിർത്തി നമ്മുടെ ഉള്ളിൽ ആ വ്യക്തിയോടുള്ള വെറുപ്പും ദേഷ്യവും പ്രശ്നങ്ങളും നന്നാവുന്നില്ലല്ലോ എന്നുള്ള ചിന്തയും ഒക്കെയാണ് നമ്മൾ ഇട്ടുകൊണ്ട് നടക്കുന്നതെങ്കിൽ അതിനനുസരിച്ചാണ് നമ്മൾ പെരുമാറുന്നത്. പിന്നെ അവരെ മനസ്സിലാക്കി അവരെ സ്നേഹിക്കാൻ അവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അങ്ങനെ അതിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾ കൂടി വന്ന് നമുക്ക് പല ആക്സിഡന്റ് ആയിട്ടും അല്ലെ വേറെ എന്തെങ്കിലും ഒക്കെ ആയിട്ടും പ്രശ്നങ്ങൾ എന്നെ കിട്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ ആലോചിക്കും എന്ത് തെറ്റാ ഞാൻ ചെയ്തത്. പഠിച്ചോ നമ്മളെ ഇങ്ങനെ പരീക്ഷണത്തിന് മാണ്ടി വിട്ട രൂപത്തിലാണ് നമ്മളെ പിന്നെ ചിന്ത കൊടുക്കല്. എൻ്റെ ഒരു വിധി, എന്തിനാണ് എനിക്ക് ഇങ്ങനത്തെയൊക്കെ വിധി തന്നത്, ഈ രൂപത്തിലാണ് നമ്മൾ പിന്നെ ശ്രദ്ധ കൊടുക്കുന്നത്. അങ്ങനെ ശ്രദ്ധ കൊടുക്കുമ്പോൾ ഒരിക്കലും നമുക്ക് മാറാൻ കഴിയൂല. നമ്മൾ ഈ രൂപത്തിൽ
അവളോടുള്ള അല്ലെ അവനോടുള്ള എൻ്റെ ഭാര്യയോട് എൻ്റെ ഭർത്താവിനോടുള്ള കാഴ്ചപ്പാടിൽ മാറ്റം വരുമ്പോഴേ അദ്ദേഹത്തെ അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുമ്പോഴേ എൻ്റെ കുടുംബം നന്നാവുകയുള്ളൂ, എൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ള ഒരു സത്യം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവും, നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടും. പ്രത്യേകിച്ചും ഈ ഭാര്യ ഭർത്തൃബന്ധങ്ങളിൽ ഒരാള്, എത്രയോ കുടുംബങ്ങളിൽ എത്രയോ ബന്ധങ്ങളിൽ ഞാൻ പഠിച്ചതിന് ശേഷം പറയുന്നത്, ഒരാള് നല്ല ആക്റ്റീവായിരിക്കും. ഒന്നുകിൽ ഭാര്യ ആക്റ്റീവായിരിക്കും, അല്ലെ ഭർത്താവ് സൈഡായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവ് ആക്റ്റീവായിരിക്കും, ഭാര്യ സൈഡായിരിക്കും. അപ്പോൾ ഇവരുടെ നമ്മളൊക്കെ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടാണല്ലോ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കല്. അങ്ങനെ നമ്മൾ ഒന്നോ രണ്ടോ തുടക്കത്തിലൊക്കെ മനസ്സിലായിണ്ടാവും, ശരിയാണ് അയാളൊരു മോയന്തരാണ്, അല്ലെ അവളൊരു പൊട്ടത്തിയാണ്, അല്ലെ എന്തിനും പറ്റാത്തോളാണ് എന്നുള്ളത് കല്യാണം കഴിഞ്ഞ് കുറഞ്ഞ കാലത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ വിചാരിക്കും അവർ ശരിയാവും, അവർ നന്നാവും എന്നുള്ളൊരു പ്രതീക്ഷ വെച്ചിട്ടാണ് പിന്നെ ലൈഫ് മുന്നോട്ട് നീക്കല്. അങ്ങനെ ലൈഫ് മുന്നോട്ട് നീങ്ങി 2-3 കുട്ടികളൊക്കെ ആയി. അപ്പോഴാണ് നമ്മൾ കൂടുതൽ കാരണം അപ്പോഴൊക്കെ നമ്മുടെ എനർജി എന്താണ്? നെഗറ്റീവാണ്, പോസിറ്റീവ് ആയിട്ടില്ല. അപ്പൊ നെഗറ്റീവ് ആയത് കാരണം നെഗറ്റീവായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ വീണ്ടും വീണ്ടും ലൈഫിലേക്ക് വന്ന് പരസ്പരം സ്നേഹം കൂടി ഒന്നാവുന്നതിന് പകരം പരസ്പരം വെറുപ്പ് കൂടി ഇങ്ങനെ അങ്ങോട്ട് അകന്നിട്ടുണ്ടാവും. രണ്ടാളും 2 റൂട്ടിലൂടെ ജീവിക്കാൻ തുടങ്ങും. ഭാര്യ വിചാരിക്കും അദ്ദേഹം ശരിയാവില്ല, ഭർത്താവ് വിചാരിക്കും അവള് ശരിയാവില്ല. എത്രയോ കൗൺസിലിങ്ങിന് വന്ന ഇങ്ങനെ തുറന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടാട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത്. അങ്ങനെ അപ്പൊ കുട്ടികളൊക്കെ ഇത് കണ്ട് ആകെ എന്താ വേണ്ടി എന്നുള്ളൊരവസ്ഥയിലേക്ക് അവർ എത്തിപ്പെടും. ഇതൊക്കെ നമ്മൾ നെഗറ്റീവ് ആയതുകൊണ്ട് സംഭവിക്കുന്ന സംഗതികളാണ്. നമ്മൾ പോസിറ്റീവ് ആകുമ്പോൾ തുടക്കം മുതൽക്കേ ഇവരുടെ പോരായ്മകൾ, ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും പോരായ്മകൾ മനസ്സിലാക്കും. അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരാളാണെങ്കിൽ ശരിയാണ്, ഈ നെഗറ്റീവും ഈ പോരായ്മകളും ഈ വ്യക്തിയിൽ ഉള്ളതുപോലെ തന്നെ ഒരുപാട് നന്മകളും ഉണ്ടല്ലോ. പൊതുവെ നമ്മൾ നന്മകൾ കാണൂല, നന്മകളും ഉണ്ടല്ലോ. എന്നിട്ട് ആ നന്മകളിൽ മാത്രം മനസ്സ് കേന്ദ്രീകരിച്ചുകൊണ്ട്, പോസിറ്റീവായ ആളുകളുടെ അനുഭവമാട്ടോ ഞാൻ പറയുന്നത്. നെഗറ്റീവ് ആവുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും, രണ്ടാളും 2 ദിശയിലേക്ക് പോകും. പോസിറ്റീവായ ആളുകളാണെങ്കിൽ ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ മനസ്സിലായി, ശരിയാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു പരീക്ഷണമാണ് സൃഷ്ടാവ് തന്നത്, അതുകൊണ്ട് ഞാൻ പോരായ്മകളല്ല നോക്കുന്നത്, നന്മകൾ എന്തൊക്കെയുണ്ട് എന്ന ശ്രദ്ധ കൊടുത്തുകൊണ്ട്. അപ്പൊ നന്മകൾ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ആ വ്യക്തിയെ അഭിനന്ദിക്കാനും ആ വ്യക്തിയെ സ്നേഹിക്കാനും ആ വ്യക്തിയെ പരിഗണിക്കാനും ശ്രദ്ധ കൊടുത്തുകൊണ്ട് നമ്മൾ ആ ഭാര്യ ഭർത്തൃ ബന്ധം ശക്തമായി കൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവർ ബന്ധം അങ്ങനെ ശക്തിപ്പെട്ട് നല്ല സ്നേഹമുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി, പരസ്പരം പറയുന്നത് അംഗീകരിച്ചു കൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ഇത് കണ്ട് മക്കളും നല്ലൊരു അവസ്ഥയിൽ അത്തരം കുടുംബങ്ങളിൽ വീണ്ടും വീണ്ടും പോസിറ്റീവ് അനുഭവങ്ങൾ വന്നുകൊണ്ട് സന്തോഷമുള്ള, സമ്പത്തുള്ള, ഐശ്വര്യമുള്ള ഒരു ജീവിതത്തിലേക്ക് അവർ എത്തിപ്പെടും. രണ്ടും നമുക്ക് സ്വീകരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ നെഗറ്റീവായി കൊണ്ടും നമുക്ക് സ്വീകരിക്കാം, പോസിറ്റീവായി കൊണ്ടും നമുക്ക് സ്വീകരിക്കാം. രണ്ടിനുള്ള റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ കിട്ടും. പോസിറ്റീവ് ആവുമ്പോൾ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ നിറവേറി നമ്മൾ എന്താണോ തീവ്രമായി ആഗ്രഹിക്കുന്നത് അതൊക്കെ എഴുതി വെച്ചുകൊണ്ട് പ്രപഞ്ച സൃഷ്ടാവിന് ഒരു കത്ത് എഴുതിക്കൊണ്ട് ഒരു ഇന്ന ആഗ്രഹങ്ങൾ എനിക്കുണ്ട്, അതൊക്കെ നിറവേറണം, നിറവേറിയതായി മനസ്സിൽ കണ്ടുകൊണ്ട് സന്തോഷം ഫീൽ ചെയ്തുകൊണ്ട്. ഇനി നമുക്ക് എപ്പോഴും ദുഃഖവും നിരാശയാണെങ്കിൽ ഈ സന്തോഷം വരൂല നമ്മളെ മനസ്സിന്. അപ്പൊ സന്തോഷം വരാതിരിക്കുമ്പോൾ നമുക്ക് അട്രാക്ഷൻ സംഭവിക്കൂല, അട്രാക്ഷൻ മറ്റു രൂപത്തിൽ സംഭവിക്കും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ കഴിയും. നമ്മുടെ ജീവിതമാണ് നമുക്ക് വലുത്. നമ്മുടെ ജീവിതം പോസിറ്റീവായാൽ, നമ്മുടെ ചിന്തകൾ പോസിറ്റീവായാൽ നമുക്ക് പിന്നെ ഒന്നും നോക്കാനില്ല. ഹാപ്പിനെസ് ഉള്ള, നമുക്ക് തന്നെ അത്ഭുതം ഫീൽ ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം ജീവിക്കാൻ കഴിയും. ഇനി ലോ ഓഫ് അട്രാക്ഷന്റെ ഭാഗമായിട്ട്
ഉണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ പഠിച്ച അനുഭവങ്ങളും ഓരോ കുടുംബങ്ങളിലും വ്യക്തികളിലും പഠനം നടത്തിയ അനുഭവങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വരും ക്ലാസ്സുകളിൽ ഷെയർ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു നിയമം നമ്മൾ നന്നായി മനസ്സിലാക്കി, ഇതാണ് എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത്, അല്ലാതെ ഒക്കെ വിധിയല്ല, എനിക്കും എൻ്റെ ജീവിതത്തിൽ ഒരു പങ്കുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാം. ഓക്കെ.